നമ്മുടെ കൊച്ചി ഭദ്രാസന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കും. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിലാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കോസ് സാറിനെയും ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഇജു വർഗീസ് അച്ഛനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അവരുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത്, നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസുകൾ നടത്താം. പ്രത്യേകാൽ നമ്മുടെ അഖില മലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നല്ല ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുകയോ മീറ്റിങ്ങോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റി സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, for the whole family of Orthodox Sunday School. We pray for every one of them. All the Sunday schools in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with the Malangara Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday School Day വിജയകരമായിട്ട് നമുക്ക് നടത്താം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിന്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുന്തോറും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പൊ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത ലെസൺ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്ക് 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസുകൾ ഓൺലൈൻ ആയിരുന്നു,
എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ടർ ജനറൽ DG ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ദൈവം അറിയും. അത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മളെ ബെസ്റ്റ് പോസിബിൾ, ബെസ്റ്റ് മീൻസ് പോസിബിൾ, ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 2 തിരുനാളുകൾ അടുത്തു വരുന്നു. ഒന്ന് 6th of August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th of August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ 2 പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ നിയമം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ച് വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അതുകൊണ്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളുകൾ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Guide me, Lord, a virtuous vine, always seeking Thee holy, taking of all that I shall, trespass not to sinful way. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of Thy commandment. Lord, lover of all mankind, grant me such a peaceful mind. Establish, Lord, in my soul devotion.
ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ ബാബാ തിരുമനസിന്റെ പ്രത്യേക കൽപ്പനപ്രകാരം 2020 ഓഗസ്റ്റ് 9 ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിനു വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് അച്ഛനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെയും ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങൾ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യാക്കോമാർ അറേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിൻ്റെ, സുഹാക്കിൻ്റെ, യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലെസൺ 11 സന്ധ്യാ നമസ്കാരത്തിലെ ലുത്തിനെയാണ്. അപ്പോൾ നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം
നമനം ചെയ്യുകയാണ്, നമസ്കരിക്കുകയാണ്. നമ്മുടെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടി സർവാംഗം സമർപ്പിച്ച് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിനയപൂർവ്വം സർവം സമർപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ലുത്തിനിയ എന്നതിന് ഇംഗ്ലീഷിൽ ലിറ്റനി എന്ന് പറയും. ലിറ്റനി എന്ന് പറഞ്ഞാൽ സപ്ലിക്കേഷനാണ്, വിനീതമായ അപേക്ഷയാണ്. നമ്മുടെ നമസ്കാരത്തിന് ശേഷം, അതായത് സന്ധ്യാ നമസ്കാരത്തിൻ്റെ അവസാനം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു അപേക്ഷ ചൊല്ലുന്നുണ്ട്. അതാണ് നമ്മൾ ലുത്തിനിയായിട്ട് നാം ചൊല്ലുന്നത്. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന നമസ്കാരക്രമം ഏതാണ്? സാധാരണ മൂന്ന് നമസ്കാരക്രമമാണ് നമ്മുടെ സഭ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഒന്നാമത് പാമ്പാകട നമസ്കാരം, 2 സുറിയാനി ക്രിസ്ത്യാനികളുടെ നമസ്കാരക്രമം, 3-ാമത്തേത് കുടുംബാരാധനാക്രമം. ഈ കുടുംബാരാധനാക്രമത്തിൽ ലുത്തിനിയയാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. നാം ഉത്സാഹപൂർവ്വം നല്ലവണ്ണം നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു അറിയിപ്പ്? ഉണ്ട്, പള്ളിയിൽ കേട്ടിട്ടുണ്ട്. അത് ഏത് സന്ദർഭത്തിലാണെന്ന് പറയാൻ കഴിയുമോ? കുളു തന്നാൽ പറയാൻ പറ്റും അല്ലേ? ഞാൻ പറയാം. അത് ശവസംസ്കാര ശുശ്രൂഷയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശവസംസ്കാര ശുശ്രൂഷയിൽ വിശുദ്ധ ഏവൻഗേലിയൻ വായിച്ചതിൻ്റെ ശേഷം ശുശ്രൂഷക്കാർ 2 സൈഡിൽ നിന്നുകൊണ്ട് ഒരാൾ ഇതുപോലുള്ള അറിയിപ്പ് നൽകുന്നു. അപ്പോൾ അടുത്തയാൾ ഈ പ്രാർത്ഥനയുടെ ഒരു നിർത്ത് ചൊല്ലുന്നു. ജനമെല്ലാം കുറിയലായസെന്ന് ചൊല്ലുന്നു. വീണ്ടും ആദ്യത്തെ ശുശ്രൂഷക്കാരൻ പ്രാർത്ഥനയുടെ അടുത്ത് നിർത്തി ചൊല്ലുന്നു. വീണ്ടും ജനം കുറിയലായസെന്ന് ചൊല്ലുന്നു. ഇങ്ങനെ മാറി മാറി ചൊല്ലുന്നു. ഇത് തന്നെയാണ് ലുത്തിനിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലുത്തിനിയ എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, ലീഡർ ചൊല്ലിക്കൊടുക്കാനുള്ള ഭാഗവും മറ്റുള്ളവർ പ്രതിവാക്യമായി പറയാനുള്ള ഭാഗവും ചേർന്ന് വാക്യവും പ്രതിവാക്യവുമായി മാറി മാറി ചൊല്ലുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് ലുത്തിനിയ. ഇപ്പോൾ ലുത്തിനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ ചൊല്ലിക്കൊടുക്കുവാനുള്ള ഭാഗവും മറ്റുള്ളവർ പ്രതിവാക്യമായി ചൊല്ലാനുള്ള ഭാഗവും ചേർത്ത് വാക്യം പ്രതിവാക്യവുമായി ചൊല്ലുവാനായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയാണ് ലുത്തിനിയാണത്. ഇത് ശവസംസ്കാര ശുശ്രൂഷ മാത്രമല്ല, നമ്മുടെ മറ്റ് ആരാധനകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ധനഹായുടെ ശുശ്രൂഷയിൽ വെള്ളം വാഴുവിൻ്റെ ശുശ്രൂഷയുണ്ട്. അവിടെയും ഇതുപോലെ വിശുദ്ധ ഏവൻഗേലിയൻ വായിച്ച ശേഷം ശുശ്രൂഷക്കാരനെ 2 സൈഡിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജനം അതിന് പ്രതിവാക്യവും പറയുന്നുണ്ട്. അതുപോലെ ഓശാനയുടെ ശുശ്രൂഷയിൽ, ഓശാനയുടെ കുരുത്തോല വാഴ്വിൻ്റെ ശുശ്രൂഷയിൽ വിശുദ്ധ ഏവൻഗേലിയൻ വായിക്കുന്നു. കുർബാനയിലെ ഏവൻഗേലിയൻ അല്ല, ഓശാനയുടെ ശുശ്രൂഷയിലെ ഏവൻഗേലിയൻ. ആ ഏവൻഗേലിയൻ വായിച്ചതിൻ്റെ ശേഷം ശുശ്രൂഷക്കാർ 2 സൈഡിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥന ചൊല്ലുന്നത് ലുത്തിനിയ ചൊല്ലുന്നുണ്ട്. പിന്നെ വീണ്ടും ലുത്തിനിയ നമുക്ക് കാണാൻ കഴിയും പെന്തിക്കൊസ്തി പെരുന്നാളെ. പെന്തിക്കൊസ്തി പെരുന്നാളിൻ്റെ വെള്ളം വാഴ്വിൻ്റെ 3 ശുശ്രൂഷകളാണുള്ളത്. ഈ 3 ശുശ്രൂഷകളും അതിലും വിശുദ്ധ ഏവൻഗേലിയൻ വായിക്കുന്നുണ്ട്. ആ ഏവൻഗേലിയൻ വായന ശേഷം ഇതുപോലെ ലുത്തിനിയ ചൊല്ലുന്നുണ്ട്. ഈ പറഞ്ഞ ആരാധനകളിലല്ലാതെ നമ്മുടെ കുർബാനയിൽ എപ്പോഴെങ്കിലും ലുത്തിനിയ ചൊല്ലുന്നുണ്ടോ? പറയാൻ കഴിയുമോ? ചൊല്ലുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ചൊല്ലുന്നുണ്ട്. ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എപ്പോഴാണ്? അൻപുടയോനെ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞ് ശുശ്രൂഷക്കാരൻ ഇതുപോലെ ലുത്തിനിയ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ നാം ആദ്യം പറഞ്ഞ പോലെയുള്ള അറിയിപ്പല്ല കിട്ടുന്നത്. അവിടെ കിട്ടുന്ന അറിയിപ്പ് എന്താണ്? കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്നറിയിപ്പാണ്. അപ്പോൾ ശുശ്രൂഷക്കാരനതിന് ശേഷം ഓരോ പ്രാർത്ഥനയും ചൊല്ലുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജനങ്ങൾ പ്രതിവാക്യം പറയുന്നു. പക്ഷേ അവിടെ പ്രതിവാക്യം കുറേലായസനെന്നല്ല, ഓരോ പ്രാർത്ഥനയ്ക്കും വ്യത്യസ്തങ്ങളായ പ്രതിവാക്യങ്ങളാണ് അവിടെ ചൊല്ലുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ലുത്തിനിയയാണ്. ഇത് കുടുംബാരാധനാക്രമത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളുടെ നമസ്കാരക്രമം എന്ന പുസ്തകത്തിൽ സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വിശ്വാസപ്രമാണം ചൊല്ലിയതിന് ശേഷം അപേക്ഷ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലെ ആശയങ്ങൾ തന്നെയാണ് ഇവിടെയും ഈ ലുത്തിനിയായാലും ചേർത്തിട്ടുള്ളത്. ഇടയിൽ ലുത്തിനിയ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലീഡർ തുടങ്ങുന്നു, ജനങ്ങൾ പ്രതിവാക്യം പറയുന്നു. സ്വർഗസ്ഥ പിതാവാം ദൈവമേ. അപ്പോൾ ജനം പറയുന്നു
ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വീണ്ടും ലോകരക്ഷിതാവായ പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏകദൈവമായ വിശുദ്ധ തൃത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇങ്ങനെ ആണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ഇപ്പോൾ ആരോടാണ് പ്രാർത്ഥിച്ചപ്പോൾ? പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ് പ്രാർത്ഥിച്ചത്. അതായത് തൃത്വസ്തുതിയാണ്. നമ്മുടെ ആരാധനകളെല്ലാം ആരംഭിക്കുന്നതെല്ലാം തൃത്വസ്തുതികളോടുകൂടിയാണ്. അപ്പോൾ തൃത്വസ്തുതിയോടുകൂടി ആരംഭിക്കാനുള്ള കാരണമാണ് എന്താണ്? ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് തൃത്വവിശ്വാസം. ഇപ്പോൾ തൃത്വവിശ്വാസം ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഈ അടിസ്ഥാന പ്രമാണമായ ഈ തൃത്വവിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ തൃത്വവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ് തുടങ്ങുന്നത്, തൃത്വവിശ്വാസത്തോട്. ഒന്നുകിൽ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി എന്ന് ആരംഭിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് സുറിയാനിയിലായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ തൃത്വസ്തുതിയെ തുടർന്നുള്ള അപേക്ഷ നമുക്ക് നോക്കാം. അപേക്ഷയിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? സകല തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, അശുദ്ധ വിചാരങ്ങളിൽ നിന്നും, മലിനമോഹങ്ങളിൽ നിന്നും, പൈശാചിക വികാരങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, മറച്ചു വച്ചിരിക്കുന്ന കെണിയിൽ നിന്നും, ദുഷ്ടസംസർഗത്തിൽ നിന്നും, ഈ ലോക സംബന്ധമായ സകല പരീക്ഷകളിൽ നിന്നും കരുണയുള്ള ദൈവമേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തിന്മപ്പെട്ട സകല തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, അശുദ്ധ വിചാരങ്ങളിൽ നിന്നും, വികാരങ്ങളിൽ നിന്നും എല്ലാം രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ആരായിത്തീരും? വിശുദ്ധരായിത്തീരും. അപ്പോൾ ഒരു വിശുദ്ധരായിത്തീരുവാൻ, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചൊല്ലുന്നത്. അപ്പോൾ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അതുപോരാ, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി വളരെ വീതി കുറഞ്ഞതും വാതിൽ ചെറുതുമാണ്. അവിടെ വഴിയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതമാകുന്ന വഴിയാണ്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ചാണ്. ഒരു വിശുദ്ധനായി നാം ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരുപാട് പരീക്ഷകളെ നേരിടണം, ശോധനകളും പരീക്ഷകളും ഉണ്ടാകും. സാത്താൻ നമ്മെ എപ്പോഴും പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള വഴിയെയാണ് യാത്ര എന്ന് കണ്ടാൽ നാശത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ എപ്പോഴും സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളാകാം. ചിലപ്പോൾ തുടർച്ചയായ രോഗങ്ങളാകാം, ചിലപ്പോൾ തുടർച്ചയായ ഈ ആക്സിഡൻറ്റുകളാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ചയാകാം, അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വഞ്ചനകളിൽപ്പെട്ടാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളെപ്പോഴും അത് സാത്താൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ട്രാക്ക് തെറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് സാത്താൻ്റെ ലക്ഷ്യം. അപ്പോൾ പിശാചിൻ്റെ അത്തരം പാപവികാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അതാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഒരു ക്രിസ്ത്യാനിക്ക് അതിൻ്റെ ഒരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിനിൽ ജീവിച്ചാലേ പറ്റൂ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കുക. അവിടെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, അവൻ്റെ ഡിസിപ്ലിൻ എന്തായിരിക്കണം എന്ന് വളരെ വിശദമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവൻ്റെ പാതയിലേക്ക് നാം പോകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ മലിനമായ മോഹം നിന്ന് രക്ഷിക്കണമെന്നാണ്. മലിനമായ മോഹം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപകരമായ എല്ലാ മോഹങ്ങളും മലിനകരം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കണം, ഒരു സുഹൃത്തിൻ്റെ പിതാവിന് രോഗിയാണ്, ചികിത്സിക്കാൻ പണമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നൊരു മോഹം നമുക്കുണ്ടായാൽ അത് നല്ല വികാരമാണ്, അല്ലേ? മലിനമോഹം എന്ന് പറയുമ്പോൾ നല്ല ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ കൂട്ടുകാരൻ നല്ലൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങി അത് അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ചാൽ അത് മലിനമായ മോഹം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മോഹങ്ങളല്ല നമുക്ക് മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അതുപോലെ പൈശാചികമായ വികാരങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിരിക്കണം. അങ്ങനെയുള്ള പൈശാചിക വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുള്ള ശക്തി ലഭിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്രേമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ, എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള വിചാരമുദിക്കരുതേ. ഇപ്പം നമുക്ക് പല തരത്തിലുള്ളതാണ്. കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കണ്ണിനെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പാപത്തിലേക്ക് വഴുതിപ്പോകാൻ പ്രചോദനം നൽകുന്ന കാഴ്ചകളെ നമുക്ക് നോക്കാതിരിക്കാൻ കഴിയണം. അപ്പം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണുകൾക്ക് കാവൽ ആവശ്യമാണ്.
നമ്മൾ പ്രാർത്ഥനയിൽ നിന്നുണ്ടല്ലോ, നിൻ്റെ നൽവരത്തിൻ്റെ ഭണ്ഡാരങ്ങൾ കവർച്ചയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരനെ നിയമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ അവയവങ്ങൾക്കും ഈ കാവൽ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ പാപത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയൂ. നമ്മുടെ കൈകൊണ്ട് നാം പ്രവൃത്തി ചെയ്യുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അത് നമുക്ക് നിത്യജീവികളിലേക്ക് പോകാൻ കഴിയുന്നതാണോ, അതോ നമ്മുടെ നാശത്തിലേക്ക് പോകുന്ന വഴിയാണോ, അതൊക്കെ നമുക്ക് ഓരോ പ്രവൃത്തിയിലും തീരുമാനമുണ്ട്. കാലുകൾ പോലും നാം സഞ്ചരിക്കുമ്പോൾ കാലുകൾ നാശത്തിൻ്റെ വഴിയിലേക്കാണോ നമ്മെ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ നാം ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ. അപ്പോൾ നമ്മൾ ഈ നിത്യജീവൻ്റെ വഴിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടോ, ഞാൻ ജീവൻ്റെയും നാശത്തിൻ്റെയും വഴി, ജീവൻ്റെയും മരണത്തിൻ്റെയും വഴി നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വിശുദ്ധിയായി ജീവിക്കുന്ന സമയത്ത് ഈ സാത്താൻ്റെ ഞെരുക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഞെരുക്കങ്ങളാണ് നമ്മുടെ ഈ വഴി, സ്വർഗ്ഗരാജ്യത്തിലെ വഴി ഇടുങ്ങിയതാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, സാത്താനെന്ന പരീക്ഷ അനുഭവിക്കുമ്പോണ്ടാകുന്ന ആ ഞെരുക്കങ്ങൾ തന്നെയാണ് ഈ വഴി ഇടുങ്ങിയ വഴിയായി നമുക്ക് മാറുന്നത്. നമുക്ക് ഇയ്യോബിൻ്റെ കഥ അറിയാമല്ലോ. ഇയ്യോബിൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്തോട് അടുത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇയ്യോബിന് ഭാര്യയിൽ നിന്നും മക്കൾ അയാൾക്ക് നഷ്ടപ്പെട്ടു, മക്കൾ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം സുഹൃത്തുക്കൾ പിരിയുന്നു, ഭാര്യ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു. അവസാനം നിൻ്റെ ഈ ദൈവവിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. പക്ഷേ അതുപോലെ ശരീരം മുഴുവനും വ്രണമായി ചേഞ്ച് നാറുന്ന അവസ്ഥയെത്തി. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. അത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളിൽ അനുഭവിച്ചൊരു മനുഷ്യൻ അവസാന നിമിഷം പോലും ദൈവത്തെ മുറുകെ പിടിച്ച ഇയ്യോബ്. അങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി, നിത്യജീവൻ്റെ വഴി നമുക്ക് തുറന്ന് ആ വഴി, ഞെരുക്കമുള്ള ആ വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുക. നമ്മളൊരു പാപവികാരത്തിലേക്ക് പോകുന്ന ഒരാൾ ഒരു മദ്യപാനിയാണെങ്കിൽ അയാൾ മദ്യപിക്കുന്നു, അവസാനം ബഹളമുണ്ടാക്കുന്നു, തല്ലുകൂടുന്നു, സാമ്പത്തികമായി നഷ്ടപ്പെടുന്നു, അവസാനം പണമില്ലാതെ പിടിച്ചുപറി നടക്കുന്നു, മോഷണം നടത്തുന്നു, അവസാനം കൊലപാതകം വരെ എത്തിച്ചേർന്ന് അങ്ങനെ പാപങ്ങളുടെ ഒരു ഘോഷയാത്രയായി തീർന്നു. അപ്പം നമ്മുടെ നാവ് പോലും പാപത്തിലേക്ക് തിരിയുന്ന ഒരു രുചി പോലും അനുഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം പോലും വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ കൗതാശികമായ അനുഭവം നമുക്കുണ്ടാകണം. പുതിയ നിയമം ഉടമ്പടിയാണ്, അതൊന്നും നമുക്ക് വിട്ടുകളയാൻ കഴിയുന്നതേ അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരം, കർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അപ്പം മന്ദിരത്തെ വിശുദ്ധമായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. മന്ദിരം വിശുദ്ധമാകണമെങ്കിൽ കുളിച്ച് വിശുദ്ധമായ പോരല്ലോ, നമ്മുടെ മനസ്സിന് വിശുദ്ധി ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ശരീരം വളരെ വിശുദ്ധിയോടുകൂടി ഒരുങ്ങിയ ശരീരമായിരിക്കണം. അപ്പം ഒരു മ്ലേച്ഛകരമായൊരു സ്പർശനം പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് ആവുകയില്ല. സാത്താൻ എപ്പോഴും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ ദൈവത്തോടെടുക്കുമ്പോൾ കൂടുതൽ പരീക്ഷകൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഉപവാസവും നോമ്പും ഒക്കെ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ തന്നെ നാം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിശുദ്ധി നമുക്ക് നിലനിർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ആ ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ പ്രാർത്ഥിക്കുന്ന. വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധി നിലനിർത്താൻ വേണ്ടി ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് സ്വയം ഇതൊന്നും ചെയ്യാനാവില്ല ദൈവമേ, അങ്ങയുടെ കൃപയല്ലാതെ ഞങ്ങൾക്കിങ്ങനെ വിശുദ്ധിയോടെ നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ള വിനീതമായ അപേക്ഷ തന്നെയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഈ വിശുദ്ധിയോടെ ജീവിക്കണമെന്നായിരിക്കണം ഒരാളുടെ ആഗ്രഹം, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അത് മാത്രമല്ല, അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവീകരണം പ്രാപിക്കാൻ കഴിയൂ. ദൈവീകരണം അല്ലെങ്കിൽ തിയോസിസ് നമുക്ക് പ്രാപിക്കാൻ കഴിയുക ഈ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ വിശുദ്ധിയുള്ള ഒരാൾക്ക് ദൈവീകരണം പറയും. എന്താണ് ദൈവീകരണം എന്ന് പറഞ്ഞാൽ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ആ ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെടുത്തിയതിനാൽ ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ദൈവീകരണം എന്ന് പറയുന്നത്. എന്താണ് ദൈവീകരണം? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് തൻ്റെ ദൈവസ്വരൂപം നഷ്ടപ്പെടുത്തിയതിനാൽ ദൈവസാദൃശ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ദൈവീകരണമെന്ന് പൗരസ്ത്യ ആത്മീയ പാരമ്പര്യങ്ങളിൽ പറയുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പ്രാർത്ഥന അങ്ങനെയാണ്, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇനി തുടർന്നുള്ള അപേക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം. തുടർന്ന് പ്രാർത്ഥിക്കുന്നത് തീ നരകത്തിൽ നിന്നും
അതിവേദനകളിൽ നിന്നും, ചാകാത്ത പുഴുവിൽ നിന്നും, കെടാത്ത തീയിൽ നിന്നും, പല്ലുകടിയിൽ നിന്നും, കരച്ചിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? തീനരകം, അതിവേദന, ചാകാത്ത പുഴു, കെടാത്ത തീ എന്നൊക്കെയാണ്. അപ്പോൾ ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇതെല്ലാം ഇവിടെ നരകത്തിലാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. ഓരോ വിശ്വാസിയും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ന്യായവിധി. മരണം, ന്യായവിധി, നരകം, സ്വർഗം, ഈ 4 വിഷയങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? മരണം, ന്യായവിധി, നരകം, സ്വർഗം. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർമ്മിക്കുക, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതകരമാണോ, എന്നെ അത് എവിടേക്ക് നയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ വേണം നാം ഒരു പ്രവൃത്തിയും ആരംഭിക്കാൻ. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ സംസാരം ദൈവത്തിൻ്റെ ഹിതകരമായിരിക്കുമോ, അതെന്നെ ഇങ്ങോട്ട് നയിക്കും. അപ്പം ഈ വിചാരങ്ങൾ നമുക്കുണ്ടാകണം. ഓരോ ദിവസത്തിലെ ലുത്തിനിയും നമ്മെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യായവിധിയുണ്ട്, നിൻ്റെ സംസാരം, നിൻ്റെ പ്രവൃത്തി ഇതെങ്ങനെയായിരിക്കണം, ഇതെപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലുത്തിനിയായിലൂടെ നാം എപ്പോഴും വിശുദ്ധിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് നീങ്ങിപ്പോകാതിരിക്കാനും വേണ്ടിയുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ലുത്തിനി അവസാനിക്കുന്നത് പരിശുദ്ധന്മാരും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയെ അപേക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പാരമ്പര്യം അതാണ്. ആത്മീയമായി നമ്മുടെ പിതാക്കന്മാർ പഠിച്ചുള്ളൊരു പാരമ്പര്യം അതാണ്. ഈ പാരമ്പര്യം ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന. ഈ പരിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർ തോമാസ് ശ്ലീഹായുടെയും നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെയും നമ്മുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവനാസിസിനും അങ്ങനെയുള്ള പിതാക്കന്മാരുടെ പരിശുദ്ധന്മാരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ നാം പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലാണ് പ്രാർത്ഥനകൾ നടത്തുന്നത്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലുത്തിനിയായിൽ നമ്മൾ പ്രധാനമായും ഇപ്പോൾ പറഞ്ഞ ലുത്തിനിയായിൽ ഒന്നാമത്തേത് ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവകൃപ ലഭിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പിന്നീട് നാം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ നാം പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥവും അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി തന്നെ നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അറിയാതെ നമ്മുടെ എന്താണെന്നറിയാതെ ഉരുട്ടേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തീരുമാനിക്കേണ്ടത്, അപ്പോൾ ഇന്ന് സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ലുത്തിനിയ ചൊല്ലുമ്പോൾ ഇങ്ങനെ ഒരു ലീഡർ തുടങ്ങുകയും മറ്റുള്ളവർ അത് പ്രതിവാക്യം പറയുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി പഠിക്കുക. ചോദ്യങ്ങൾ ഇതാണ്. ലുത്തിനിയകൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? രണ്ടാമത്തേത്, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ത്? മൂന്നാമത്തേത്, പൗരസ്ത്യ ആത്മീയ പാരമ്പര്യത്തിൽ ദൈവീകരണം അല്ലെങ്കിൽ തിയോസിസ് എന്നാൽ എന്ത്? നാലാമത്തേത്, ഓർത്തഡോക്സ് ആരാധനയിൽ ലുത്തിനിയ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ഒരു ചുരുങ്ങിയതായിട്ടൊരു 3 എണ്ണമെങ്കിലും കണ്ടുപിടിക്കുക. ഇനി അവസാനം ഒരു ചോദ്യം കൂടി, നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട വിഷയങ്ങളേവ? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുമായി നിരന്തരം ബന്ധപ്പെട്ട് വിശുദ്ധിയോടെ ജീവിച്ച് ദൈവിക സാദൃശ്യത്തിലെത്തുവാൻ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് സാധിക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ചാപ്റ്റർ 12 പ്രഭാതത്തിലെ ലുത്തീനിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സന്ധ്യാനമസ്കാരത്തിലെ ലുത്തീനിയാണ് പഠിച്ചത്. അതുപോലെ തന്നെ പ്രഭാതത്തിലെ ലുത്തീനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ബൈബിൾ വാക്യം പഠിക്കാം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ്. വാക്യം ഇതാണ്: എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും
കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. വാക്യം മനസ്സിലായല്ലോ? എല്ലാവരും ഈ വാക്യം പഠിക്കണം. ലുത്തീന എന്ന വാക്കിൻ്റെ അർത്ഥം വാക്യ പ്രതിവാക്യ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചല്ലോ. സന്ധ്യയുടെ നമസ്കാരത്തിൽ ലുത്തീനിയ പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരു ലുത്തീനിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രഭാതത്തിലെ ലുത്തീനിയ. പ്രഭാതത്തിലെ നമസ്കാരം എന്ന് പറയുന്നത് തന്നെ രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3-ാം മണി നമസ്കാരം, 6-ാം മണി നമസ്കാരം, ഇത്രയും 4 യാമങ്ങളുടെ നമസ്കാരം കൂടിയതാണ് പ്രഭാതത്തിലെ നമസ്കാരം. പ്രഭാതത്തിലെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ്, അപേക്ഷയായിട്ട് ചൊല്ലുന്നതാണ് ലുത്തീനിയ എന്ന് പറയുന്നത്. വാക്യ പ്രതിവാക്യ പ്രാർത്ഥന. കുടുംബത്തിലെ നായകൻ അപേക്ഷ ചൊല്ലുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ എന്ന് പറയുന്നു. അപ്പോൾ ആ ലുത്തീനിയ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ തൃത്വനാമ സ്തുതിയോടുകൂടിയാണ്. അതുപോലെ തന്നെ അവസാനിക്കുന്നത്, സന്ധ്യയുടെ ലുത്തീനിയ അവസാനിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ടാണ്. സന്ധ്യാ നമസ്കാരത്തിലെ ലുത്തീനിയ നിങ്ങൾ പഠിച്ചല്ലോ. നിങ്ങളെല്ലാവരും സന്ധ്യാ നമസ്കാരത്തിലെ ലുത്തീനിയ ചൊല്ലി നമസ്കരിക്കാറില്ലേ? അതുപോലെ തന്നെ പ്രഭാത നമസ്കാരത്തിലെ ലുത്തീനിയായും എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുസ്തകം കുടുംബാരാധനക്രമം എന്ന പുസ്തകമാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടോ? ഇല്ലെങ്കിൽ ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കണം. അത് ചെറിയ ഒരു പുസ്തകമാണ്, നമ്മുടെ എല്ലാം വീട്ടിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പരിമലയെ വല്ലതും കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് പരിമലയെ വല്ലതും പോകുമ്പോൾ ആ പുസ്തകം വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കണം, നമസ്കരിക്കണം. എല്ലാം കുടുംബാരാധനക്രമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഈ ലുത്തീനിയ പരിചയമുണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് പ്രഭാതത്തിലെ ലുത്തീനിയ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കിയാലോ? ടീച്ചർ പ്രാർത്ഥന ചൊല്ലുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് നിങ്ങൾ പ്രതിവാക്യമായിട്ട് പറയണം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകരക്ഷിതാവായ ദൈവപുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കഴിഞ്ഞ രാത്രിയിൽ ഉപദ്രവം കൂടാതെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നവനായ കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ കുറ്റങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കാത്തു സൂക്ഷിപ്പാൻ തിരുമനസ്സാകണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അറിവോടോ അറിവ് കൂടാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും വന്നുകൂടാവുന്ന വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ വിളിക്ക് അനുസരണമായി ക്രിസ്തീയ ചുമതലകൾ നിർവഹിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ലോകം, ജഡം, പിശാച് എന്നിവയുടെ വ്യാമോഹങ്ങളിൽ നിന്നും ദൈവസ്നേഹത്തിനെതിരായ എല്ലാ വശീകരണങ്ങളിൽ നിന്നും സത്യവിശ്വാസത്തിനെതിരായ എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അക്രമത്തോടും അനീതിയോടും എതിർക്കുവാനും നീ വെളിപ്പെടുത്തി തരുന്ന സത്യത്തെ ധീരതയോടെ മുറുകെ പിടിപ്പാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിന്റെ തിരുവിഷ്ടം നിവർത്തിപ്പാനും ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും സ്വർഗീയ മോക്ഷത്തിലെ നിത്യസൗഭാഗ്യങ്ങൾക്കും യോഗ്യരായി തീരുവാനും സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നോടും ഞങ്ങൾ തമ്മിലും സ്നേഹവും ഐക്യവും പാലിപ്പാനും സമാധാനത്തിലും ശാന്തിയിലും ജീവിപ്പാനും ശത്രുതയും മത്സരവും അസൂയയും മാഞ്ഞു പോകുവാനും സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ.
കർത്താവെ, ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളെയും അസഹനീയങ്ങളായ രോഗങ്ങളെയും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം വന്നുകൂടുന്ന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നിരോധിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെയും പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടശ്ശേരിൽ മാർ ദീവന്നാസിയോസിൻ്റെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കൂട്ടായ്മയാലും മധ്യസ്ഥതയാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് കാക്കുകയും തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് കൃപ ചൊരിയുകയും തിരുമുഖം ഞങ്ങളുടെ നേരെ തിരിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ലുത്തിനെ നമസ്കാരം അവസാനിച്ചു. ഇനി നമുക്കിതിൽ അടങ്ങിയിരിക്കുന്ന അപേക്ഷകളുടെ സാരാംശമാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി നമ്മൾ പറഞ്ഞിരുന്നു, തൃത്വനാമസ്തുതിയിൽ അപേക്ഷിക്കുന്നതായിട്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായെ നാമത്തിൽ അപേക്ഷിക്കുന്ന അപേക്ഷയാണ് ആദ്യമായി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിച്ച ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുവന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ കൃപ ചോദിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നേടിത്തരുന്നതിന് കൃപ ചോദിക്കുന്നു. അറിവോടോ അറിവ് കൂടാതെയോ മനസ്സോടോ മനസ്സുകൂടായോ നമ്മുടെ ചിന്തയിലോ വിചാരത്തിലോ പ്രവൃത്തിയിലോ വചനത്തിലോ വന്നുകൂടാവുന്ന വീഴ്ചകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വളരെ പ്രയോജനപ്പെടും. വാങ്ങിപ്പോയവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്നതും ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേക ആധ്യാത്മികതയാണ്. വീണ്ടും പ്രാർത്ഥനയിൽ നമ്മൾ അപേക്ഷിക്കുന്നത് ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് അപേക്ഷകളെ ഒന്ന് പരിശോധിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാം ഒഴിഞ്ഞു നിൽക്കേണ്ട 3 മേഖലകളുണ്ട്. ഒന്നാമതായിട്ട് അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നു. ഒന്നാമതായിട്ട് പൈശാചിക പ്രേരണയാൽ ഉണ്ടാകുന്ന ലൗകികവും ജഡീകവുമായ മോഹങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. പിന്നീട് വശീകരണങ്ങൾ മൂലം ദൈവസ്നേഹത്തെ തള്ളിപ്പറയുവാനുള്ള പ്രവണതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നു, സത്യവിശ്വാസത്തിനെതിരായ കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. പിന്നീടുള്ള അപേക്ഷയിൽ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കൃപയാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മൾ അപേക്ഷിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിലേക്ക് ആവശ്യമായിട്ടുള്ളവയുണ്ട്. ആദ്യം നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. വീണ്ടും നമ്മൾ പറയുവാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അക്രമത്തോടും അനീതിയോടും എതിർത്ത് നിൽക്കുവാനുള്ള പ്രത്യേക ശക്തി നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം പ്രതിരോധങ്ങൾ വന്നാലും ദൈവം വെളിപ്പെടുത്തുന്ന സത്യവിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരുവാൻ വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും സ്വർഗീയ മോക്ഷത്തിൽ നിത്യ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് കൂടിയാണ്. അതുപോലെ നമ്മൾ വീണ്ടും പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയാണ്, സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കുവാനും ശത്രുതാ മനോഭാവവും മത്സരബുദ്ധിയും അസൂയ സ്വഭാവവും നമ്മൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്.
പരീക്ഷകൾ നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്നിരുന്നാലും ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളെയും അസഹനീയങ്ങളായ രോഗങ്ങളെയും, ഇപ്പോൾ നമുക്ക് വന്നുപെട്ടിരിക്കുന്ന അസഹനീയമായ രോഗമാണ് കൊറോണ, അതുപോലുള്ള രോഗങ്ങളെയും പാപത്താൽ വന്നുകൂടുന്ന കടുത്ത ശിക്ഷകളെയും നമ്മളിൽ നിന്ന് നിരോധിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നീട് അവസാനിക്കാറാവുമ്പോൾ പരിശുദ്ധ കന്യകമറിയാമിൻ്റെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കും സമാധാനത്തിനും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. ലുത്തീനിയ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയിൽ, ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലും, പെന്തിക്കോസ്തി ശുശ്രൂഷയിലും, ശവസംസ്കാര ശുശ്രൂഷയിലും, അതുപോലെ തന്നെ മൂറോൻ കൂദാശയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ലുത്തീനിയ എന്താണെന്ന് മനസ്സിലായി, ലുത്തീനിയ നമസ്കാരത്തിലുള്ള പ്രത്യേക അപേക്ഷകളും മനസ്സിലായി. ഇനി നിങ്ങളെല്ലാ കുട്ടികളും ഈ ലുത്തീനിയ നമസ്കാരം പ്രഭാതത്തിൽ ചൊല്ലുവാൻ മടി കാണിക്കരുത്. അത് ചൊല്ലി നല്ലൊരു പ്രഭാതത്തിലേക്ക്, പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കണം. ഇനി നിങ്ങൾക്കിതെല്ലാം മനസ്സിലായല്ലോ. ഇനി ഞാനിതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. തൃത്വനാമസ്തുതി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ബുക്കിൽ എഴുതി വയ്ക്കുക. അത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അറിവ് കൂടാതെയും മനസ്സോടും മനസ്സ് കൂടാതെയും വചനത്താലും പ്രവൃത്തിയാലും വിചാരത്തിലും വന്നിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓരോ ദിവസവും നിങ്ങൾ ഓർത്ത് അനുതപിച്ച് വീണ്ടും തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പ്രഭാതത്തിൽ പാടുവാൻ പറ്റിയ ഒരു ഗീതം പാടാം. നല്ലൊരു അർത്ഥങ്ങൾ ഉൾക്കൊണ്ട ഗീതമാണ്. നിങ്ങളെല്ലാവരും ആ പാട്ട് കേട്ട് പാടുന്നത് നല്ലതായിരിക്കും. പുലരിയിൽ നേദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു. കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുജകുലത്തിൻ പാലകനേ വിനയമോടങ്ങയെ വാഴ്ത്തുന്നു. കൃപയും ശാന്തി അനുഗ്രഹവും പാപപൊറുതിയുമരുളണമേ. കണ്ണുകൾ നിങ്കലുറപ്പിച്ചൻ ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേ. വീഴാതെന്നെ നയിക്കണമേ. വിജയാനുഗ്രഹമേകണമേ. ഇനി നമുക്ക് നിശ്ചയമെടുക്കാം. ഈ ലുത്തീനയുടെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രഭാത നമസ്കാരം നടത്തുകയും അതിൻ്റെ അവസാനത്തിൽ ഈ ലുത്തീനിയ ചൊല്ലുകയും ചെയ്യും. നമ്മളുടെ പാഠഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ കൂടി, പ്രാർത്ഥന കൂടി നമുക്ക് ഉണ്ട്. പാഠഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവസാനത്തെ പ്രാർത്ഥന കൂടി നമുക്ക് ചൊല്ലാം. എല്ലാവരും തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളെയും അസഹനീയങ്ങളായ രോഗങ്ങളെയും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം വന്നുകൂടാവുന്ന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ.